കോട്ടയം നഗരസഭയിലെ 2.39 കോടിയുടെ പെൻഷൻ തട്ടിപ്പിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രഷറിയിലേക്ക് സാക്ഷ്യപ്പെടുത്തിയ കത്ത് നൽകിയത് അക്കൗണ്ടുകൾ പരിശോധിക്കാതെ. തട്ടിപ്പ് നടത്തിയ മുൻ ക്ലർക്ക് അഖിൽ തയ്യാറാക്കിയ ഫയലുകൾ ജൂനിയർ സൂപ്രണ്ടോ അക്കൗണ്ടന്റോ പരിശോധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് മറ്റു വിവരങ്ങൾ? ഗുരുതരമായിട്ടുള്ള വീഴ്ച സെക്രട്ടറിക്ക് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത് സെക്രട്ടറിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് സർക്കാർ ഈ ഘട്ടത്തിൽ വരെ എടുത്തിട്ടുള്ളത് എന്നുകൂടി ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ട്രഷറിയിലേക്ക് സാക്ഷ്യപ്പെടുത്തിയ കത്തുകൾ നൽകിയത് അക്കൗണ്ടന്റ് പരിശോധിക്കാതെയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തിയിട്ടുള്ള മുൻ ക്ലർക്കായിരുന്ന അഖിൽ സി വർഗീസ് അയാൾ തയ്യാറാക്കിയിട്ടുള്ള ഫയലുകൾ ജൂനിയർ സൂപ്രണ്ടോ അതുപോലെ തന്നെ അക്കൗണ്ടന്റോ പരിശോധിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് സെക്രട്ടറി, അക്കൗണ്ടന്റ്, PA2 സെക്രട്ടറി, സൂപ്രണ്ട് എന്നിവർക്കെതിരെ നടപടിയെടുക്കാവുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടി എടുത്തിട്ടുള്ളതാകട്ടെ സെക്രട്ടറി ഒഴികെയുള്ള ബാക്കിയുള്ളവർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ്. അതായത് സെക്രട്ടറി അനിൽകുമാറിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എന്തായാലും ഈ അഖിൽ സി വർഗീസ് തട്ടിപ്പ് നടത്താൻ ഇപ്പറഞ്ഞ ആളുകളെല്ലാം തന്നെ കൂട്ടുനിൽക്കുകയാണോ എന്നുള്ള ചോദ്യം അടക്കം ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ അഖിൽ സി വർഗീസ് കഴിഞ്ഞ 5 മാസമായി ഒളിവിലാണ്. അഖിൽ സി വർഗീസിനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുമ്പോഴും അതും എങ്ങും നിൽക്കാത്ത അവസ്ഥയാണുള്ളത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.